സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാണോ, എല്ലാവർക്കും സുഖാണോ? നിങ്ങളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഈ വീഡിയോക്ക് താഴെ. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സുഖാണോ ചോദിച്ചാൽ നിങ്ങൾ വിശേഷം പറയാറില്ല. മക്കളെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ 2026 വരാൻ പോകുന്ന PSC പരീക്ഷകൾ എഴുതുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കണേ. നോക്കൂ, പ്രത്യേകിച്ച് 10th ലെവൽ പരീക്ഷകൾ, കമ്പനി ബോർഡ് LGS, VFA, ബീവറേജ് LD ക്ലർക്ക്, അതുപോലെ തന്നെ മറ്റ് CPO പോലുള്ള +2 ലെവൽ എക്സാമുകൾ, ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ കുറച്ചു കാലമായി പഠിക്കുന്നവരാണ് PSC അല്ലെ? അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ടുള്ള തുടങ്ങിയിട്ട് പുതിയൊരാളാണ്. ആര് തന്നെയാണെങ്കിലും നമുക്കറിയാം, PSC പഠിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ബ്രേക്ക് വരാറുണ്ട് അല്ലെ? പല കാരണങ്ങളാൽ, വീട്ടിലെ സാഹചര്യം, മറ്റു സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. നീ എന്തിനു പഠിക്കുകയാണ്, പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ചിന്ത. നമ്മുടെ വീട്ടിൽ തന്നെ എത്ര പേരാണ് നിങ്ങളോട് ഇങ്ങനെ ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് അല്ലെ? ചുറ്റുപാടും സുഹൃത്തുക്കളൊക്കെ ജോലിക്ക് കയറുന്നു, പ്രൈവറ്റ് മേഖലയിലുള്ളവരൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ കാണുന്നു. പൊതുവെയുള്ള നെഗറ്റീവ് വാർത്തകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ, LP UP പോലുള്ള ബാച്ചിന്റെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം അല്ലെ? ബാച്ച് എന്ന് പറഞ്ഞു, റാങ്ക് ലിസ്റ്റിന്റെ കാര്യം കേട്ടോ. LP UP പോലുള്ള റാങ്ക് ലിസ്റ്റ്, കാരണം ആ ബാച്ചുകളൊക്കെ ഇപ്പോൾ പല സെന്ററിലും ഉണ്ട്. അപ്പൊ ആ ബാച്ചിലുള്ള കുട്ടികളൊക്കെ ചിന്തിക്കും, ഞങ്ങൾക്ക് അല്ലെങ്കിൽ LP UP അടുത്ത് എഴുതാൻ പോകുന്നവര് ഇനി കിട്ടുമോ? നിലവിലുള്ളവരുടെ അവസ്ഥ, LGS LDC ലിസ്റ്റിലുള്ളവര്, അവരോട് പറയാനുള്ളത്, നിങ്ങൾ പേടിക്കേണ്ട, വളരെ മന്ദഗതിയിലാണ് ലിസ്റ്റ് പോകുന്നത്. നിങ്ങൾക്ക് 3 വർഷം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവസാനത്തേക്കാണ് നല്ല നിയമനം നടക്കുക എന്ന് വളരെ പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങളും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത് മകളെ. സാധാരണഗതിയിൽ ആപ്പുകൾ, പല ആപ്പുകൾ നമുക്ക് പഠിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ സോഴ്സ്, അപ്പൊ ഇവരൊക്കെ ഓരോരോ കോഴ്സുകൾ, ഓരോരോ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും. പുതിയ പുതിയ എക്സാം വരുമ്പോൾ നിങ്ങളോട് മോട്ടിവേഷൻ തരും. അപ്പൊ പറയാറുണ്ട് അതൊക്കെ ബിസിനസ് ആണെന്നൊക്കെ. ശരിയാണ്, ഒരു പരിധിവരെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ കഴിഞ്ഞ 2025 ജോലിയിൽ പ്രവേശിച്ചു. എത്രയോ പേര് എനിക്ക് നേരിട്ട് അറിയുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ളവര്, പഠിക്കുന്നവർ, പ്രൈവറ്റ് ആയിട്ട് പെയ്ഡ് ബാച്ചിൽ, അതുപോലെ യൂട്യൂബ് ക്ലാസ് കാണുന്നവരൊക്കെ ജോലിക്ക് കയറിയവരുണ്ട്. അപ്പൊ നന്നായിട്ട് നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കിനി കുറച്ച് ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ 2025 നിങ്ങൾ അപേക്ഷിച്ച ഈ പറയുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ ഈ വർഷം നടക്കുകയാണ്. ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ ആണ്. ഇനി നോമ്പ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്. അതുപോലെ തന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസം എന്നൊക്കെ പറഞ്ഞാൽ വെക്കേഷൻ ആണ്. അതിൻ്റെതായ തിരക്കുകൾ ഉണ്ടാകും, ഒരുപാട് കല്യാണം, മറ്റു പരിപാടികളൊക്കെ ഉണ്ടാകും. അതിനുശേഷം മഴക്കാലം. ഈ ഒരു സമയത്തായിരിക്കും പ്രിലിംസ് എക്സാമുകളൊക്കെ നടക്കുക. അതിനുശേഷം ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് VFA. ഒന്നിന്റെ ഡേറ്റ് വന്നിട്ടില്ല, ഏകദേശ ഡേറ്റ് ആണ് PSC പറഞ്ഞത്. അപ്പൊ മെയിൻ എക്സാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട്. വളരെ നിയമനം കുറവാണ്. ആദ്യം തന്നെ നെഗറ്റീവ് ചിന്തയാണ്. ഓരോ ജില്ലയിൽ 10, 30, 40 പേർക്കല്ലേ ജോലി കിട്ടും മാഷേ എന്നാണ് ചിന്ത. ആ 40 പേരിൽ ഞാൻ ഉണ്ടാകും, എനിക്കുണ്ടാകണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 40 പേർക്ക് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുള്ള മിനിമം. അപ്പൊ ആ 40 ഞാൻ ഉണ്ടാകും. നല്ല കഷ്ടപ്പാടാണ്, പക്ഷെ ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുക. ഞാൻ അതിലേക്ക് വരാം. അപ്പോ അതിനുശേഷം ഒക്ടോബർ, നവംബർ മാസമായിരിക്കും LGS. നോക്കൂ, കഴിഞ്ഞ LGSന് വേണ്ടി നമ്മൾ കാര്യമായിട്ട് ക്ലാസ് കൊടുക്കുകയും നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സ്, നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് പേര്, ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച കൂടിയും ജോലിക്ക് പ്രവേശിച്ചവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ പറയട്ടെ, കമ്പനി ബോർഡ് LGS അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കാറുണ്ട്. ഇനിയിപ്പോ ഒരു പുതിയ ഗവൺമെന്റ് വന്നാൽ, അത് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി ചിന്തിക്കാം. കമ്പനി ബോർഡ് LGSൽ നിയമനം നടക്കും. അപ്പൊ അതിനകത്ത് ഒരു സംസ്ഥാന ലിസ്റ്റാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 2000-നുള്ളിലോ 3000-നുള്ളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും, നിങ്ങൾ ഇനിയും വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ മാസങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നമുക്കതൊരു അനുഗ്രഹമല്ല യഥാർത്ഥത്തിൽ. ഞാൻ നമ്മുടെ ക്ലാസ്സുകൾ ഒരു 3 മാസം കൊണ്ടൊക്കെ ഒരുപാട് പ്ലേലിസ്റ്റ്, നിങ്ങൾ ഗ്രൂപ്പിൽ, നമ്മുടെ ചാനലിൽ കയറി നോക്കുക, ടെലഗ്രാം ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനൽ നോക്കുക. ഇപ്പൊ കേരള ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ്, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രം, എല്ലാ ക്ലാസ്സുകളും, SCRT 7ാം ക്ലാസ്, 10ാം ക്ലാസ്, 9ാം ക്ലാസ്, അങ്ങനെ ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ടൊക്കെ ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പൊ എക്സാം നീട്ടിയപ്പോ നിങ്ങളോട് തുറന്നു പറയാലോ, എനിക്കും വ്യക്തിപരമായി യൂട്യൂബ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്പോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനത്തിലൊന്നും ക്ലാസ് എടുക്കുന്നില്ല. ജീവിക്കണമല്ലോ നമുക്ക്. അപ്പൊ ജീവിക്കണമെങ്കിൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ഒരു കുടുംബമായിട്ട് പോകുമ്പോൾ എനിക്ക് അതിൻ്റെതായ പ്രയാസം ഉണ്ടെങ്കിലും പരമാവധി ഞാൻ ക്ലാസ്സുകൾ മറ്റുള്ള നിങ്ങൾക്ക് എന്താ പറയുക, മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തരുന്നതിനപ്പുറം ക്ലാസ്സുകൾ നൽകാൻ ശ്രമിക്കാറുണ്ട്. ഒരു പരിധി വരെ അത് കാണുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ അത് കാണുന്നവർക്ക് വേണ്ടി തീർച്ചയായിട്ടും പരീക്ഷ വരെ, പ്രത്യേകിച്ച് VFAയുടെയും ബീവറേജ് LDക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കൂടി
ലോക ചരിത്രവും അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയും മറ്റുള്ള സിവിക്സിന്റെ ഏരിയ ഒക്കെ ക്ലാസ് നമ്മൾ തുടങ്ങിയാണ്. അപ്പൊ അതോടുകൂടി നിങ്ങളോട് പറയാനുള്ളത് LGSന്റെ ഒരു ചാനലാണ് ഈ ചാനൽ. LGS ഫോക്കസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെ നൽകിയ എല്ലാ ക്ലാസ്സും 10th ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടും. കറണ്ട് അഫയേഴ്സിന് വേണ്ടി പ്രത്യേകം നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. കുറച്ചായി ഒരു ബ്രേക്ക് ഉണ്ട് കറണ്ട് അഫയേഴ്സിന്, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് ചാനലുകൾ ഉണ്ട്, ഇതുപോലെയുള്ള മറ്റ് ആപ്പുകൾ, നല്ല ഒരുപാട് അധ്യാപകർ കേരളത്തിൽ 100 കണക്കിന് PSC ആപ്പുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. എവിടെ നിങ്ങൾ എന്ത് ചൂസ് ചെയ്താലും നിങ്ങൾ പഠിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഇപ്പോൾ എന്നെ കാണുന്നവര് ഒരുപാട് പേര്, ബഹുഭൂരിപക്ഷം ആളുകളും നമ്മളെ പല സ്ഥലത്തും തിരിച്ചറിയുന്നത് യൂട്യൂബ് കണ്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മറന്നിട്ട് ഒരിക്കലും ഈ പറയുന്ന മറ്റുള്ളവരെ പെയ്ഡായിട്ട് പോകാനോ ഒരു ആപ്പിലേക്ക് പോകാനോ ഒന്നും ഞാൻ തയ്യാറല്ല. 6 വർഷത്തിന് മുകളിലായി യൂട്യൂബ് ക്ലാസ് നൽകുന്നു. 6 വർഷത്തിന് മുകളിലായി. പലരും ഇത് കാണുന്നവര് PSC പഠിച്ചു പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല ആ ഒരു പീരീഡിലൊന്നും. അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ 6 വർഷത്തിന് മുകളിലായി എന്ന് പറയുമ്പം അതിനു മുമ്പ് ഒരുപാട് വർഷം ഓഫ്ലൈനിലൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ അനുഭവമൊക്കെയാണ് നിങ്ങളിലൂടെ പങ്കുവെക്കുന്നത് ക്ലാസ്സുകളായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് നിങ്ങൾ ഇനിയുള്ള ഒരു 5-6 മാസം നെഗറ്റീവ് ചിന്തകൾ വിട്ടേക്കുകയോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചുറ്റുപാടും ഇതുപോലുള്ള നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കല്ലേ അറിയൂ. ഒരു മോട്ടിവേഷന്റെ ആവശ്യമില്ല അല്ലെ? എവറസ്റ്റ് കയറിയ ഒരാളുടെ കഥ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ആവേശം ഉണ്ടാകും. ആ മോട്ടിവേഷൻ അപ്പുറം നമുക്ക് കിട്ടും. കഴിഞ്ഞ വർഷം LGS എനിക്ക് ജസ്റ്റ് നഷ്ടപ്പെട്ടു, കഴിഞ്ഞ വർഷം LDC എനിക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ല. എനിക്കപ്പോ പ്രായമായിരുന്നില്ല, എനിക്കൊരു വിവാഹം കഴിക്കണം. പുതിയ കുട്ടികളോടാണ് പറയുന്നത്. അപ്പോൾ അതിനെനിക്കൊരു ജോലി അത്യാവശ്യമാണ്. ഇനി വിവാഹമൊക്കെ കഴിച്ച് കുറച്ച് വർഷങ്ങളായി മക്കളൊക്കെ ഉണ്ട്. ജീവിത പ്രാരാബ്ദങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലെ? അതിൽ നിന്നൊരു മോചനം നേടണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി നേടുക. അപ്പൊ നിങ്ങൾക്കുള്ള അവസരമല്ലേ ബീവറേജ് LD, നിങ്ങൾക്കുള്ള അവസരമല്ലേ VFA, നിങ്ങൾക്കുള്ള അവസരമല്ലേ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS. 3നും പഠിക്കുക. എങ്ങനെ പഠിക്കുന്നു വെച്ചാൽ 10th ലെവൽ മെയിൻസിന് വേണ്ടി പഠിക്കുക. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊരു അപേക്ഷ പോലെ പറയാണ്, LGSന് മാത്രം പഠിക്കരുത്. നിങ്ങൾക്ക് വലിയ അബദ്ധമാണത് അവസാനം നിങ്ങളെ കൊണ്ട് എത്തിക്കുക. നിങ്ങൾ VFAക്ക് അല്ലെങ്കിൽ ബീവറേജ് LDക്ക് 10th ലെവൽ മെയിൻസിന്റെ സിലബസ്, LDC സിലബസ് എല്ലാവർക്കും അറിയാലോ. ആ സിലബസ് വെച്ചിട്ട് ഇംഗ്ലീഷ്, മലയാളം ഒരു ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും മാത്സ് ഉൾപ്പെടെ ഈ 3 ടോപ്പിക്ക് നോക്കുക. നമ്മുടെ പ്രിലിംസ് ഒക്കെ നമ്മൾ പാസ്സാവും മക്കളെ. പ്രിലിംസിന് വേണ്ടി സ്പെഷ്യലായിട്ട് 2 മാസം ഫുൾ ക്ലാസ് ഡേറ്റ് വരട്ടെ. ഈ ചാനലിൽ ഞാൻ എടുക്കും. ആ സമയത്ത് എക്സാം അടുപ്പിച്ചാൽ നിങ്ങൾ കാണും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചവത്സര പദ്ധതികൾ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങി. വളരെ കുറച്ച് പേരാണ് ആ 2 വീഡിയോ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾ കാണാത്തത് കൊണ്ടാണ് നിരന്തരം ക്ലാസ്സുകൾ നൽകാത്തത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രിലിംസ് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ്സുകൾ PYQ വെച്ച് നമുക്ക് പഠിക്കാം. ആ സമയത്ത് നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 8-9 മാസം കൊണ്ട് എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു, നനഞ്ഞു, ഇനി കുളിച്ച് കയറാന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് യൂട്യൂബില് പല സാർമാരുടെ പല ചാനലുണ്ട്, അല്ലെങ്കിൽ പല വലിയ വലിയ കമ്പനികളുടെ ആപ്പുകളുടെ ക്ലാസ്സുകളുണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരു സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. LDC സിലബസ് ഇങ്ങോട്ട് എടുക്കുക. ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സിലബസ്, അറിയാത്തവർക്ക് അത് എടുത്തു വെച്ചിട്ട് ഒരു ധാരണ നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കേണ്ട ക്ലാസ് എന്താണെന്ന് തൊട്ട് മുമ്പിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അത് വേണമെങ്കിൽ കാണാം. ഇതുപോലെ ഒരു സ്റ്റഡി പ്ലാൻ, ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് ഒരു 3-4 വീഡിയോക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എങ്ങനെയാണ് തിരനോട്ടം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഓരോരോ ടോപ്പിക്കുകൾ എഴുതി പഠിച്ച് നന്നായിട്ട് റിവിഷൻ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയിട്ട് മുന്നോട്ട് പോവാം. പറഞ്ഞല്ലോ, പ്രിലിംസിന് വേണ്ടിയിട്ട് മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമ്മളൊരു ബാച്ച് പെയ്ഡ് ആരംഭിക്കും. നിലവിൽ നമുക്ക് പെയ്ഡ് ബാച്ച് ഒന്നുമില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ്സുകളാണ് വർഷങ്ങളായി നൽകുന്നത്. അതോടൊപ്പം കുറച്ചൊരു മെന്റർഷിപ്പ് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ടെലഗ്രാമിലൂടെ പക്ക മെന്റർഷിപ്പ് ഫുൾ ടൈം അവരുടെ കൂടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബാച്ച് നിലവിലില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആരംഭിക്കും. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ പിള്ളേരൊന്ന് സെറ്റ് ആവും. അതുകൊണ്ടാണ്. അപ്പൊ ഇനി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും ഈ പറഞ്ഞ GK ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടാകും. കാരണം എക്സാം കുറച്ച് നീണ്ടുപോയത് കൊണ്ട് ഈ പറയുന്ന ക്ലാസ്സിന്റെ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നത്. പക്ഷെ ഈ വർഷം നമുക്ക് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ ഈ കുടുംബത്തിൽ യൂട്യൂബ് ക്ലാസ് കാണുന്നവരിൽ ജോലിക്ക് കയറുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. നെഗറ്റീവ് ചിന്തകളോ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾ മുഖവിലേക്ക് കിടക്കണ്ട. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ജോലി കയറുന്ന സ്റ്റാറ്റസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ ഷോർട്സുകളിൽ വീഡിയോ കാണാറില്ലേ, കഷ്ടപ്പെട്ട് പഠിച്ച്. അങ്ങനെ നാളെ നിങ്ങളുടെ ഒരു ദിവസമാണ് എന്ന് ചിന്തിക്കുക. നമുക്ക് പഠിക്കുമ്പോൾ മറന്നു പോകും, സാറേ എത്ര പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, ഇതൊക്കെ ആയിരിക്കും പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നമാണ്. 8-9 കൊല്ലമായി ഞാനൊരു ടോപ്പിക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്.
ആ ടോപ്പിക് നിങ്ങൾ എന്നോട് ഒരുപക്ഷെ എവിടെയെങ്കിലും റോഡിൽ വെച്ച് കണ്ട് ചോദിച്ചാലേ എനിക്കത് കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ 8-9 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഓഫ്ലൈനിൽ 2 മണിക്കൂറൊക്കെ കാണാതെ നമ്മൾ മാഷ്മാര് ഇങ്ങനെ പറയും. അത് നിങ്ങൾ റോഡിൽ വെച്ച് എന്നോട് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വരെ കിട്ടില്ല. കാരണം അങ്ങനെയാണ്. നമുക്ക് GK ഓർത്തു വെച്ചാലും മറന്നു പോകും, മാറിപ്പോകും. ഇതൊക്കെ സ്വാഭാവികം. നമ്മൾ നിരന്തരം അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ, കഠിന പ്രയത്നം ചെയ്താൽ തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ ദിവസമായിരിക്കും കേട്ടോ. അങ്ങനെ പോസിറ്റീവായിരിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം വ്യക്തിപരമായി എനിക്കും ഒരു ചെറിയ മടിയൊക്കെ വന്നു. അപ്പൊ നമ്മളിങ്ങനെ ഒരു പിന്നോട്ട് നിൽക്കുമ്പോൾ ഒരു എനർജി വേണ്ടേ? ആ എനർജിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ഈ വർഷം നമ്മൾ എക്സാം അടിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ വേറെ ഉണ്ടാകും, അതും നമുക്ക് നേടാൻ പറ്റും. ഈ 3 പരീക്ഷകൾ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കും. എന്തായാലും 3 ലിസ്റ്റിൽ ഞാൻ വരും എന്ന് ഉറപ്പിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഈ പറയുന്ന ചാനലിൽ നിങ്ങൾ കയറി നോക്കുക. കമ്പനി ബോർഡ് LGS പ്ലേലിസ്റ്റ് നോക്കുക. അതിനകത്തുണ്ട് എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് സിലബസ്, എന്തൊക്കെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിൽ മാക്സിമം ക്ലാസ്സുകൾ ഉണ്ട്. അതെല്ലാം ഓരോന്നോരോന്ന് കണ്ട് അതിന്റെയൊക്കെ ഫ്രീ നോട്ടുകളെ ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് നൽകാറുണ്ട്. അതും ഫോളോ ചെയ്യുക. ഫെബ്രുവരി 1-ാം തീയതി മുതൽ ടെലഗ്രാമിൽ കുറച്ച് മാറ്റങ്ങളോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട്. അത് വേണ്ടവർക്ക് ഫ്രീ ആയിട്ടാണ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കമന്റിലുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.